ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഒരു മരം എപ്പോഴാണ് നിയമത്തിന്റെ കണ്ണിൽ ഒരു മരമല്ലാതായി മാറുന്നത്? കേൾക്കുമ്പോൾ എന്തൊരു ചോദ്യമാണിത് എന്ന് തോന്നുന്നുണ്ടാവും അല്ലേ? പക്ഷെ ഇത്രയും സിമ്പിളായി തോന്നുന്ന ഒരു ചോദ്യം എങ്ങനെയാണ് ഒരു വലിയ നിയമ പോരാട്ടത്തിന് കാരണമായതെന്ന് നമുക്ക് നോക്കാം. കാരണം നിയമം ഓരോ കാര്യത്തെയും കാണുന്നത് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പോലെയേ ആയിരിക്കില്ല. ശരി, നമുക്ക് തുടങ്ങാം. അപ്പോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ കാതൽ. ഒരു മുള വെട്ടിയെടുക്കാനുള്ള ഒരു കോൺട്രാക്ട്. സാധാരണഗതിയിൽ നമ്മളിതിനെ ഒരു മരക്കച്ചവടമെന്നല്ലേ പറയൂ. പക്ഷേ നിയമം ഇതിനെ അങ്ങനെയാണോ കാണുന്നത്? അതോ അതിനപ്പുറം എന്തെങ്കിലുമുണ്ടോ? ശരി, അപ്പോ ഈ ഒരു ചോദ്യം വന്നത് എവിടെ നിന്നാണെന്നറിയണ്ടേ? അതൊരു യഥാർത്ഥ കേസിൽ നിന്നാണ്. ഒറീസ സർക്കാരും ടിറ്റഹാർ പേപ്പർ മിൽസ് എന്ന് പറയുന്ന ഒരു കമ്പനിയും തമ്മിലുണ്ടായ ഒരു കേസ്. അപ്പോ ഈ കേസിന്റെ തുടക്കം ഒരു കരാറിൽ നിന്നാണ്. സംഭവം ഇത്രയുള്ളൂ. ഒറീസ ഗവൺമെന്റ് ടിറ്റഹാർ പേപ്പർ മിൽസ് എന്ന കമ്പനിക്ക് ഒരു വലിയ തുക വാങ്ങിയിട്ട് അവരുടെ ഒരു ഫോറസ്റ്റ് ഏരിയയിൽ നിന്ന് കുറേ വർഷത്തേക്ക് മുളവെട്ടാനും കൊണ്ടുപോകാനുമുള്ള റൈറ്റ് കൊടുത്തു. ഒറ്റ നോട്ടത്തില് വളരെ സിമ്പിളായൊരു ഡീൽ അല്ലേ? അതെ, കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും തോന്നും ഇതൊരു സാധാരണ ഫോറസ്റ്റ് പ്രൊഡക്റ്റ് വിറ്റതല്ലേന്ന്. പക്ഷേ അവിടെയാണ് കഥയിൽ ഒരു ട്വിസ്റ്റ് വരുന്നത്. ഈ സിമ്പിളായി തോന്നുന്ന ഡീലില് ഒരു വലിയ നിയമക്കുരുക്ക് ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അപ്പോ ഇതാണ് തർക്കത്തിന്റെ മെയിൻ പോയിന്റ്. ഈ മുളകരാറിനെ നമ്മൾ എങ്ങനെ കാണണം? വെറുതെ മുറിച്ചെടുത്ത് കൊണ്ടുപോകാനുള്ള ഒരു സാധനം അല്ലെങ്കിൽ ചരക്കായിട്ടാണോ, അതോ ആ ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു സ്വത്തായിട്ടാണോ? ഈ രണ്ട് ചോദ്യങ്ങളായിരുന്നു കോടതിയുടെ മുന്നിലുണ്ടായിരുന്നത്. അപ്പോ രണ്ട് രീതിയിൽ ഇതിനെ കാണാം. ഒന്നാമത്തെ വാദം എന്താന്ന് വെച്ചാല് ഇത് വെറും ഒരു ചരക്ക് വിൽപ്പനയാണ്. അതായത് നമ്മൾ കടയിൽ പോയി സാധനം വാങ്ങുന്ന പോലെ മുറിച്ചുവെച്ച മുള കമ്പനി വാങ്ങുന്നു, അത്രയുള്ളൂ. പക്ഷേ രണ്ടാമത്തെ വാദം കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അവര് പറയുന്നത് കമ്പനി വാങ്ങുന്നത് മുളയെയല്ല, മറിച്ച് ആ ഭൂമിയിൽ നിന്ന് വർഷങ്ങളോളം മുള വെട്ടാനുള്ള അവകാശത്തെയാണ്. അപ്പോ അത് ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാവര വസ്തുവായി മാറുന്നു. ഇതൊരു ചെറിയ തർക്കമൊന്നും ആയിരുന്നില്ല കേട്ടോ. വിഷയം അത്രയും ഗൗരവമുള്ളതായിരുന്നു. അവസാനം ഈ കേസ് എത്തിയത് എവിടെയാണെന്നറിയോ? നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ കോടതിയായ സുപ്രീം കോടതിയിൽ. അങ്ങനെ ഒരുപാട് വാദങ്ങൾക്കും വിചാരണയ്ക്കും ശേഷം സുപ്രീം കോടതി ഫൈനൽ വിധി പറഞ്ഞു. ആ വിധി ശരിക്കും പറഞ്ഞ പലരെയും ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു. അപ്പോ എന്തായിരുന്നു ആ വിധി? സുപ്രീം കോടതി പറഞ്ഞു, ഈ മുളകരാർ വെറുമൊരു സാധനം വിൽക്കുന്ന പോലെയല്ല. ഇത് ശരിക്കും ഒരു സ്ഥാവര വസ്തുവിന്റെ, അതായത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ കൈമാറ്റമാണ്. കോടതിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കിതിന്റെ ഗൗരവം മനസ്സിലാവും. കോടതി പറഞ്ഞത് ഇങ്ങനെയാണ്: ഇത് വെറുമൊരു പ്രോഡക്റ്റ് കൊടുക്കലല്ല, മറിച്ച് ഭൂമിയിൽ നിന്ന് തന്നെയുണ്ടാകുന്ന ഒരു നേട്ടത്തിനുള്ള അവകാശ കൈമാറ്റമാണ്. ആ വാക്കുകൾക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ശരി, അപ്പോ നമ്മുടെ എല്ലാ മനസ്സിലുള്ള ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് കോടതി ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയത്? ഒരു മുള എങ്ങനെയാണ് ഒരു സ്ഥാവര വസ്തുവായത്? നമുക്കതിന്റെ കാരണങ്ങളിലേക്കൊന്ന് കടന്നു ചെല്ലാം. കോടതിയുടെ ഈ തീരുമാനത്തിന് പിന്നിലെ പ്രധാന ആശയം ഇതാണ്: ഭൂമിയിൽ നിന്നുണ്ടാകുന്ന നേട്ടം, അഥവാ ബെനിഫിറ്റ് അറൈസിംഗ് ഔട്ട് ഓഫ് ലാൻഡ്. സിമ്പിളായി പറഞ്ഞാൽ, ഒരു ലാൻഡ് നിങ്ങളുടെ സ്വന്തമല്ലെങ്കിലും അതിൽ നിന്ന് തുടർച്ചയായി നിങ്ങൾക്ക് ഒരു ലാഭമോ വരുമാനമോ കിട്ടാൻ നിയമപരമായി അവകാശം ഉണ്ടെങ്കിൽ അതിനെയാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോ ഈ നിഗമനത്തിലേക്ക് കോടതി എത്തിയത് എങ്ങനെയാണെന്ന് നോക്കാം. പ്രധാനമായും 4 കാര്യങ്ങളാണ് അവർ പരിഗണിച്ചത്. 1, ഇതൊരു ഒറ്റത്തവണയുള്ള വിൽപ്പനയല്ല, ഒരുപാട് വർഷത്തേക്കുള്ളൊരു ഡീലായിരുന്നു. 2, ആ ഭൂമിയിലേക്ക് എപ്പോ വേണമെങ്കിലും കടന്നു ചെല്ലാനുള്ളൊരു റൈറ്റ് കമ്പനിക്കുണ്ടായിരുന്നു. 3, ആ മുള വളരുന്നതും അതിന്റെ മൂല്യം കിട്ടുന്നതും ആ മണ്ണിൽ നിന്നാണ്. 4ാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം, കമ്പനിയുടെ ലാഭം നേരിട്ട് വരുന്നത് ആ ഭൂമിയിൽ നിന്നാണ്. ഈ 4 പോയിന്റ്സും ഒരുമിച്ച് വെച്ച് നോക്കിയപ്പോൾ കോടതിക്ക് കാര്യം ക്ലിയറായി. ഇത് വെറും മുളയല്ല, ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു അവകാശമാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, മുള ചരക്കായാലും സ്വത്തായാലും എന്താ ഇത്ര പ്രശ്നം? എന്തിനാണ് ഇത്ര വലിയ തർക്കം? വെൽ, അവിടെയാണ് ഈ വിധിയുടെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് വരുന്നത്. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ശരിക്കും ഒരു ഡോമിനോ എഫക്റ്റ് പോലെയായിരുന്നു. നോക്കൂ. 1, കോടതി പറഞ്ഞു ഈ കരാർ സ്ഥാവര വസ്തുവിന്റേതാണ്. 2, നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് ഏതൊരു സ്ഥാവര വസ്തു കൈമാറ്റം ചെയ്യുമ്പോഴും അത് രജിസ്റ്റർ ചെയ്യണം. 3, ഈ കരാർ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ എന്ത് സംഭവിച്ചു? സ്വാഭാവികമായും ആ കരാർ നിയമപരമായി അസാധുവായിപ്പോയി. അപ്പോ ഇതിൽ നിന്നുള്ള ഏറ്റവും വലിയ ടേക്കവേ എന്താണ്? നിയമപരമായ ഒരു കാര്യത്തിനെ എങ്ങനെ തരംതിരിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. കാരണം ആ ഒരു ചെറിയ ക്ലാസിഫിക്കേഷൻ മതി ഒരു കരാർ നിയമപരമായി നിലനിൽക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ.
നമ്മൾ സിമ്പിളായി കാണുന്ന പല കാര്യങ്ങൾക്കും നിയമത്തിന്റെ കണ്ണിൽ വലിയ അർത്ഥങ്ങളുണ്ടാവാം. അപ്പോ ഈ ഒരു സംഭവം നമ്മളെ പുതിയൊരു ചിന്തയിലേക്കാണ് കൊണ്ടുപോകുന്നത്, അല്ലേ? നമ്മുടെ ചുറ്റും കാണുന്ന എത്രയെത്ര സാധാരണ കാര്യങ്ങൾ ചിലപ്പോൾ നിയമത്തിന്റെ കണ്ണിൽ ആ ഭൂമിയുടെ തന്നെ ഭാഗമായിരിക്കും. ഇനി നിങ്ങളൊരു മരത്തെ കാണുമ്പോൾ ചിലപ്പോൾ ഈ ചോദ്യം നിങ്ങളുടെ മനസ്സിലും വന്നേക്കാം, അല്ലേ?